ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ത്വജിച്ഛന്തോ രോമസ്വപി കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗപിവതനെ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസാ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദഃ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാനെ എങ്ങനെയാണ് യജ്ഞസ്വരൂപത്തിൽ ഭഗവാന്റെ ആ ഒരു ആകാരത്തെ, ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തെ എങ്ങനെയാണ് യജ്ഞത്തിലെ ഏതേതിനോടൊക്കെയാണ് ഈ മഹർഷിമാർ ചേർത്ത് സ്തുതിച്ചത് എന്ന് നമുക്ക് കാണാം. ഇവിടെയും നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഒരു യജ്ഞത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ സ്തുതിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരു വിശുദ്ധമായ ഒരു വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ് ഈ യജ്ഞം എന്ന് പറയുന്നത്. ലോകത്തിന് എപ്പോഴും നന്മകൾ മാത്രം നൽകുന്നതാണ് യജ്ഞങ്ങൾ. ഭഗവാനാവട്ടെ ഇങ്ങനെ ഒരു കാര്യം നിർവഹിച്ചതിലൂടെ ഈ ലോകത്തിന് മുഴുവൻ നന്മയെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ആ യജ്ഞസ്വരൂപനായി കണ്ടുകൊണ്ട് അത്രയും വിശുദ്ധമായ പരിപാവനമായ നിർമ്മലമായ മറ്റൊന്നില്ല എന്ന് കാണിക്കുകയാണ്. ഇവിടെ ഭഗവാനോളം ശുദ്ധമായ മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ വിശുദ്ധമായ യജ്ഞത്തിൻ്റെ ഒരു പ്രതിരൂപമായി ഭഗവാനെ ഒന്ന് പ്രകീർത്തിക്കാൻ വേണ്ടി ആ യജ്ഞത്തെ ഉപയോഗിക്കുകയാണ് അവിടെ. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ശ്ലോകം അത് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ഏതേത് അംഗങ്ങളെ ഏതേതൊന്നായിട്ട് കണ്ടുകൊണ്ടാണ് സ്തുതിച്ചത് എന്ന് നമുക്ക് നോക്കാം. ത്വജി എന്ന് പറഞ്ഞാൽ ത്വക്ക്. ഛന്ദ എന്ന് പറഞ്ഞാൽ ഈ ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളാണ്. രോമസു അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രോമസ്വപി. അപ്പോൾ ഭഗവാന്റെ ത്വക്കെന്ന് പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളാണ് അങ്ങയുടെ ത്വക്ക്. പിന്നെ രോമങ്ങളാകട്ടെ കുശഗണശ്ചക്ഷുഷി, ചക്ഷുഷി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കുശഗണശ്ചക്ഷുഷി. ഗണം എന്നാൽ കൂട്ടം, കുശഗണ എന്നാൽ ദർഭപ്പുല്ലിൻ്റെ കൂട്ടമാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ രോമങ്ങൾ. ഈ ദർഭപ്പുല്ല് നമുക്കറിയാം ഈ യജ്ഞത്തിന് അനിവാര്യമായ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭഗവാന്റെ രോമങ്ങളൊക്കെ ഈ ദർഭപ്പുല്ലിൻ്റെ സമൂഹമാണ്. പിന്നെയോ ചക്ഷുഷി എന്നാൽ കണ്ണുകൾ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ കണ്ണുകൾ ഘൃതം, ഈ നെയ്യ്, ഘൃതം എന്നാൽ നെയ്യ്, നമ്മൾ യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന നെയ്യ് ആവുന്നു ഈ ഭഗവാന്റെ രണ്ട് കണ്ണുകൾ. ഇവിടെ നെയ്യ് എന്ന് പറഞ്ഞത് ആ നെയ്ക്ക് എപ്പോഴും ഒരു പരിശുദ്ധിയുണ്ട്. അത് നമുക്കറിയാം, മോര് കടഞ്ഞ് വെണ്ണയെടുത്ത് അതുരുക്കി എടുക്കുന്നതാണ് നെയ്യ്. അപ്പോൾ അതിന് അത്രമാത്രം പരിശുദ്ധിയുണ്ട്. പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോയിട്ടാണ് ഈ നെയ്യ് ഉണ്ടാവുന്നത്. അപ്പോൾ നെയ്യിലേക്ക് എത്തുമ്പോൾ പിന്നെ അതിനൊരു രൂപാന്തരമില്ല, അത് നെയ്യാണ്. അപ്പോൾ ആ നെയ്ക്ക് അത്രമാത്രം പരിശുദ്ധിയുണ്ട്. അപ്പോൾ ആ നെയ്യാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ കണ്ണുകൾ.
പിന്നെയോ ചതുർഹോതാരോഘ്രൗ സൃഗപിവതനെ. ഇവിടെ നെയ്യാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പരിമളത അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാവനത അവിടെയും കാണാം. ഭഗവാന്റെ കണ്ണിലെല്ലാം ഒരുപോലെയാണ്. അവിടെ ഒരു വേർകൃത്യമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഭഗവാന്റെ മുമ്പിൽ വർണ്ണങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒരുപോലെയാണ്. കാരണം എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. അത്രയും പരിപാവനമായ ഒരു ഭഗവാനെ അങ്ങയുടെ കടാക്ഷം അത്രമാത്രം പരിപാവനമാണ്. അതെല്ലാവരിലും ഒരുപോലെയാണ് ഭഗവാന് നൽകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത പറയാണ് ചതുർഹോതാരോഘ്രൗ സൃഗപിവതനെ. ഇവിടെ ചതുർഹോതാരോഘ്രൗ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായിട്ട് എടുക്കാം. ചതുഹു ഹോതാരഹ അഘ്രൗ. ചതുഹു എന്നാൽ 4, ഹോതാരഹ എന്നാൽ ഹോതാക്കൾ, അഘ്രൗ എന്നാൽ കാലുകൾ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാലുകൾ ഈ ചതുർഹോതാക്കളാണ്. ഇതൊക്കെ ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളാണ്. അപ്പോൾ പറയാണ് അങ്ങയുടെ കാലുകൾ ഈ 4 ഹോതാക്കളാണ്. പിന്നെയോ അഘ്രൗ. അഘ്രൗ എന്നാൽ നമ്മൾ പറഞ്ഞു കാലുകൾ. പിന്നെയോ സൃഗപി. സൃഗ് അപി. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സൃഗപി. സൃക്ക് എന്ന് പറഞ്ഞാൽ ഈ യാഗത്തിന് ഉപയോഗിക്കുന്ന തവിയാണ് സൃക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാലുകൾ ഈ ചതുർഹോതാക്കളും പിന്നെയോ ഈ യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ തവി എന്ന് പറയുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ സൃഗപി വദനെ, അങ്ങയുടെ മുഖവുമാകുന്നു. പിന്നെയോ ചോദര ഇട. ചോദര എന്നുള്ളത് ഉദര. ഉദരം എന്നാൽ വയറ്. അപ്പോൾ അങ്ങയുടെ വയറാകട്ടെ ഇട. ഇട എന്നാൽ ഈ പുരോടാശം എന്ന് പറയുന്ന യാഗദ്രവ്യം നിറയ്ക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അങ്ങയുടെ ഉദരം എന്ന് പറയുന്നത് ഈ യാഗദ്രവ്യം നിറയ്ക്കുന്ന പാത്രമായ പുരോടാശമാണ്. അങ്ങയുടെ ഉദരത്തിലാണ് ഈ സർവദ്രവ്യങ്ങളും നിലനിൽക്കുന്നത്. ഈ ഭൂമി പ്രപഞ്ചം ഒന്നാകെ അങ്ങയിൽ നിന്നാണ് ഉണ്ടായതും ഇതിൻ്റെ എല്ലാം അവസാനം അതെല്ലാം അങ്ങയുടെ ഉദരത്തിലേക്കാണ് വന്ന് ചേരുന്നതും. നമുക്ക് ഇനിയും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം, ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഭഗവാന്റെ വായിലെ വിശ്വരൂപ ദർശനമൊക്കെ പറയുന്നുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. ക്ഷിതി തോയാദി സമസ്ത ഭക്ഷിണ. ക്ഷിതിയും തോയവും മാത്രമല്ല സമസ്തവും അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഉള്ളിലാണ് ആ ഒരു നൈമിത്തിക പ്രളയശേഷം അങ്ങയുടെ ഉള്ളിലാണ് എല്ലാം നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ സർവ യാഗദ്രവ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സർവവും കുടികൊള്ളുന്നത് അങ്ങയുടെ ഉദരത്തിലാണ്. പിന്നെയോ ഗ്രഹ. ഗ്രഹ എന്നാൽ ഈ സോമരസ പാത്രങ്ങൾ, സോമരസമൊക്കെ നിറയ്ക്കുന്ന പാത്രങ്ങൾ. ജിഹ്വായാം അങ്ങയുടെ നാവാണ്. പിന്നെയോ തേ. തേ എന്നാൽ അങ്ങയുടെ പരപുരുഷ, അല്ലയോ പുരുഷോത്തമനായ ഭഗവാനെ, ഉത്തമ പുരുഷനായ ഭഗവാനെ. കർണേ. കർണേ എന്നാൽ കാതുകൾ, കർണങ്ങൾ. കാതുകൾ ചമസ. ചമസ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ നിറയ്ക്കുന്ന പാത്രം. ഇതെല്ലാം ഈ യാഗത്തിനായിട്ട് യജ്ഞത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാമഗ്രികളാണിവയെല്ലാം. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാതുകൾ ഈ ഭക്ഷ്യവസ്തുക്കൾ നിറയ്ക്കുന്ന പാത്രമാകുന്നു. പിന്നെയോ വിഭോ. വിഭോ എന്നാൽ അല്ലയോ സർവവ്യാപിയായുള്ളവനെ. പിന്നെ സോമോ വീര്യം. സോമഹ. സോമഹം എന്ന് പറഞ്ഞാൽ സോമരസം. വീര്യം. വീര്യം എന്നാൽ രേതസ്. വരദ. വരദ എന്നാൽ അല്ലയോ വരദായകനായിട്ടുള്ള ഭഗവാനെ. ഗളദേശേപ്യുപസദ. ഗളദേശേ അപി ഉപസദഹ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗളദേശേപ്യുപസദ.
ഗളദേശ എന്ന് പറഞ്ഞാൽ ഗളം കഴുത്താണ്, കണ്ഠപ്രദേശം. അപി അപി എന്ന് പറഞ്ഞാൽ അതാകട്ടെ, അപ്പോൾ ഈ അങ്ങയുടെ കണ്ഠപ്രദേശമാകട്ടെ ഉപസദഹ ഉപസത്തുക്കളും ആകുന്നു. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഓരോരോ അംഗങ്ങളെയും, അല്ലയോ ഭഗവാനെ, ഈ മഹർഷിമാർ ആ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഓരോരോ സാമഗ്രികളോട് താരതമ്യപ്പെടുത്തി അതൊക്കെ ഏറ്റവും പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും സാമഗ്രികൾക്കും അത്രമാത്രം പരിപാവനതയുണ്ട്. അപ്പോൾ പരിപാവനതയുടെ മൂർത്തിമദ്ഭാവമായ നിർമ്മലതയുടെ കാണപ്പെടുന്ന രൂപമായി വർത്തിക്കുന്ന, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ സ്വരൂപത്തെ മഹർഷിമാർ ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന പല പല കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് സ്തുതിക്കുകയാണ്. അത്രമാത്രം പരമോന്നതമായ ഒരു സ്വരൂപമാണ് അങ്ങയുടേത് എന്നാണ് ഇവിടെ സ്തുതിച്ച് സമർത്ഥിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ത്വക്കാകട്ടെ ഗായത്രി മുതലായ ഛന്ദസ്സുകളാകുന്നു, രോമങ്ങളാണെങ്കിൽ ദർഭപ്പുല്ലുകളുടെ ഒരു സമൂഹമാകുന്നു. പിന്നെയോ കണ്ണുകൾ, അല്ലയോ ഭഗവാനെ, ഈ യാഗത്തിനുപയോഗിക്കുന്ന നെയ്യാകുന്നു. പിന്നെയോ അങ്ങയുടെ കാലുകൾ ചതുർഹോതാക്കളാകുന്നു. അങ്ങയുടെ മുഖമാകട്ടെ ആ യാഗത്തിനുപയോഗിക്കുന്ന തവിയാകുന്നു. പിന്നെ അങ്ങയുടെ ഉദരം എന്ന് പറയുന്നത്, അല്ലയോ ഭഗവാനെ, യാഗദ്രവ്യം വയ്ക്കുന്ന പുരോടാശം എന്ന് പറയുന്ന പാത്രമാകുന്നു. പിന്നെയോ അങ്ങയുടെ അങ്ങയുടെ നാക്ക് എന്താകുന്നു? ഈ സോമരസമാകുന്നു. അഥവാ അങ്ങയുടെ നാവ് സോമരസം നിറയ്ക്കുന്ന പാത്രങ്ങളാകുന്നു. പിന്നെയോ അങ്ങയുടെ രേതസ്സാകട്ടെ അഥവാ അങ്ങയുടെ വീര്യമാകട്ടെ സോമരസവുമാകുന്നു. പിന്നെ അങ്ങയുടെ കാതുകൾ ഭക്ഷ്യവസ്തുക്കൾ വയ്ക്കുന്ന പാത്രങ്ങളാകുന്നു. തുടങ്ങി അങ്ങയുടെ ഓരോരോ അംഗങ്ങളും, അല്ലയോ ഭഗവാനെ, ഈ യജ്ഞത്തിൻ്റെ ഓരോരോ സാമഗ്രികളാകുന്നു. ആ പരിമളത നിറഞ്ഞു നിൽക്കുന്ന, ആ നിർമ്മലത തുളുമ്പുന്ന ആ അങ്ങയുടെ ഈ രൂപം, അല്ലയോ ഭഗവാനെ, ആ രൂപത്തെയാണ് മഹർഷിമാർ അർത്ഥസമ്പുഷ്ടമായ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്തുതിച്ചത്. സത്യത്തിൽ ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഇതിനേക്കാളൊക്കെ എത്രയോ മേന്മയാണ്, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഭഗവാന്റെ മഹത്വവും ഭഗവാന്റെ സ്വരൂപവും. പക്ഷേ മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ കർമ്മം എന്ന് പറയുന്നത് ഈ യജ്ഞമാണ്. അപ്പോൾ ആ യജ്ഞത്തിലെ ഓരോരോ ഇതിനോട് ഭഗവാനെ ഉപമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ അതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ കാരണം, തങ്ങളുടെ ഏറ്റവും പരിപാവനമായ ആ കർമ്മത്തിൽ അതേ ഭാവം തന്നെയാണ് ഇവിടെ ഭഗവാന്റെ ഈ ഒരു ഹിരണ്യാക്ഷവധത്തിൽ മഹർഷിമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആ സ്വരൂപത്തെ യജ്ഞസ്വരൂപമായി കണ്ടുകൊണ്ട്, അല്ലയോ ഭഗവാനെ, മഹർഷിമാരൊക്കെ തെളിഞ്ഞ മനസ്സോടുകൂടി സ്തുതിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ത്വചിച്ഛന്ദോരോമസ്വഭികുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗപി വദനെ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദഃ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കുറച്ചധികം ഇങ്ങനെ ചേർത്ത് വായിക്കേണ്ട പദങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് രോമസ്വാപി, അവിടെ നമുക്ക് സ്വ എന്നുള്ളതിന് അകാരം കൊടുത്തു പറയണം. അപിയാണ് രോമസ്വാപി. പിന്നെ കുശഗണശ്ചക്ഷുഷി, അതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് ചതുർഹോതാരോഘ്രൗ
ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനെ. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തതായിട്ട് ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ പദത്തിൽ ഗളദേശേപ്യുപസദ, അവിടെ അതും ചേർത്ത് വായിക്കുക. അതുപോലെ അതിൻ്റെ അവസാനം ഒരു വിസർഗമുണ്ട്, അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.